കെട്ടിയിട്ട് നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. സാധാരണ ഞങ്ങൾ കേരള സ്റ്റൈൽ റെസ്റ്റോറൻ്റാണ് അന്വേഷിച്ച് പോവാറ്. പക്ഷേ ഈ ടൈം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഗോസിപ്പ് എന്ന് പറയുന്ന ഒരു ഫ്യൂഷൻ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഒരുപാട് നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞങ്ങൾ പോയതാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അവിടുത്തെ ഇൻറ്റീരിയർ ആണ്. എൻ്റെ പൊന്നെ അടിപൊളിയാണ്. ഫുഡ് നന്നായിട്ടുണ്ട് ഇല്ല, അവിടുത്തെ ഇൻറ്റീരിയർ കിടുക്കി അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കഴിക്കാനിരിക്കുന്ന എല്ലാ ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു. അതിനുശേഷം എപ്പോഴത്തെ പോലെ ഞങ്ങൾ മെനു കാർഡൊക്കെ നോക്കിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ റിവ്യൂലും കാര്യത്തിലൊക്കെ നോക്കി കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഓരോ ഐറ്റംസ് എങ്ങനെയാണ് എന്നൊക്കെ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് മെനു കാർഡൊന്ന് നോക്കി പല ഐറ്റംസ് ആണ്, പല വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏഷ്യൻ സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. ഭയങ്കര സോസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ്സിൽ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് അവർ ഡെലിവറി ചെയ്യും. സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് സോസ് പെന്നി പാസ്തയാണ്. വാവയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാവയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അവൻ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് നമ്മുടെ വൈറ്റ് സോസ് പെന്നി പാസ്ത ഇട്ടു. അതിൻ്റെ കൂടെ നമുക്ക് ചില്ലി ഫ്ലേക്സും ഒരു സോസും കൂടി തരും, അതുകൂടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സോസ് കൂട്ടിയിട്ട് കഴിക്കുന്നതിനെക്കാട്ടിയും ഇഷ്ടമായത് ആ സോസ് ഉപയോഗിക്കാണ്ട് ആ വൈറ്റ് സോസ് പാസ്ത അങ്ങനെ തന്നെ കഴിക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ടെൻഡർ കോക്കനട്ട് മോസിയാണ്. അടിപൊളിയാണ്, ക്രീമി ടെൻഡർ കോക്കനട്ട് മോസി. ഞാൻ ട്രൈ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ക്രീമി ടേസ്റ്റും അതുപോലെ തന്നെ ടെൻഡറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. വർത്താന്ന് പറയാം, ശരിക്കും വർത്താണ്. ഇത് ശരിക്കും ഞങ്ങൾ റിവ്യൂവിൽ കണ്ടതാണ്. എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു ഐറ്റം ആയിരുന്നു. അങ്ങനെ അതും ട്രൈ ചെയ്തു. ശേഷം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ആപ്പിൾ മൊജിറ്റോ ആണ്. എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ്. സാധാരണ മൊജിറ്റോസ് ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു സ്പെഷ്യൽ മൊജിറ്റോ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാലോ. ഭാവിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവിടെ ഇരുന്ന് കഴിച്ച് മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എന്ന് തന്നെ പറയാം. അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.